വിഭാഗീയത രൂക്ഷമായ പയ്യന്നൂരിൽ കടുത്ത നടപടിയുമായി CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനം. ചുമതല അഡ്ഹോക് കമ്മിറ്റി കൈമാറാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായി. ധനരാജ് ഫണ്ട് തട്ടിപ്പ് വിവാദവും തെരഞ്ഞെടുപ്പ് പരാജയവും പ്രത്യേക അന്വേഷണ സമിതി വിലയിരുത്തി. കൂടുതൽ വിശദാംശങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, വിഭാഗീയത തന്നെയാണ് പ്രധാന വിഷയങ്ങൾ. എന്താണ് നിലപാട്? പാർട്ടിക്കുള്ളിൽ എടുക്കുന്ന ശക്തമായ നടപടികൾ എന്തായിരിക്കും? പാർട്ടിയുടെ കോട്ടക്കൊത്തള ഭൂമിയായ പയ്യന്നൂരിൽ എന്ത് സംഭവിച്ചു എന്നൊരു ആകാംക്ഷയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി വലിയ രീതിയിലുള്ള ചർച്ചയായും അതുപോലെ തന്നെ അന്വേഷണവുമായും ഉയർത്തിരിഞ്ഞത്. എന്തായാലും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് ഇതിൽ പ്രധാന കാരണമെന്നാണ് ഇപ്പോൾ അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് വി കുഞ്ഞികൃഷ്ണൻ ജയിക്കാൻ കാരണമായത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ ഒരു വിഭാഗം നേതാക്കളുടെ പരസ്യവും രഹസ്യവുമായ പിന്തുണയുണ്ടായിരുന്നു എന്നാണ് ഈ രണ്ടംഗ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും നിലവിലെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിനെ പിരിച്ചുവിടാൻ തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പി ഹരീന്ദ്രനായിരിക്കും ഇപ്പോൾ താൽക്കാലിക ചുമതല കൊടുക്കുക. അതിനുശേഷം പാർട്ടിയിൽ അഴിച്ചുപണികൾ ഉണ്ടാകും, സമഗ്രമായ മാറ്റമുണ്ടാകുമെന്നാണ് നേതാക്കൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പരാജയം CPM-ന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ധനരാജ് രക്തസാക്ഷി ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം. പ്രാദേശികമായി നേതാക്കൾക്കിടയിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ പിന്നീട് മറനീക്കി പുറത്തു വരികയും അത് വലിയ രീതിയിലുള്ള വിഭാഗീയതയിലേക്ക് മാറുകയുമായിരുന്നു. അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിനും വീഴ്ച സംഭവിച്ചു എന്ന കണ്ടെത്തലും ഈ രണ്ടംഗ സമിതിക്കുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി തെറ്റുനിരുത്തൽ നടപടികളുടെ ഭാഗമായി എന്തായാലും ഇത്തരത്തിൽ ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിടാൻ ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കടുത്ത നടപടികളിലേക്കും പാർട്ടി കടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ശാസ്ത്രീയമായ പരിശോധന ഉൾപ്പെടെ ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് CPM നടത്തിവരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായ ഇത്തരത്തിൽ പാർട്ടിയെ വഞ്ചിച്ച് നയപരമായ വ്യത്യാസം കാണിച്ചിട്ടുള്ള നേതാക്കൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ നേതൃത്വം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ പ്രാരംഭ നടപടിയായിട്ടാണ് ഇപ്പോൾ ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വി കുഞ്ഞികൃഷ്ണൻ ജയിക്കാൻ അനുകൂലമായ ഒരു സാഹചര്യം അവിടുത്തെ പാർട്ടി നേതാക്കൾ തന്നെയാണ് ഒരുക്കി നൽകിയ എന്നൊരു കാര്യത്തിൽ പാർട്ടിക്കും ഇപ്പോൾ തർക്കമില്ല. എന്തായാലും തെറ്റുതിരുത്തൽ നടപടികൾ അത് ആരംഭിച്ചിട്ടുണ്ട്. സഖാവ് ധനരാജിന്റെ കേസിന്റെ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അത് കൂടുതൽ വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ തിരിയുമെന്നൊരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെടുന്നതിനെ തന്നെ ഈ കടുത്ത നടപടികളിലേക്കും തീരുമാനങ്ങളിലേക്കും പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നേതാക്കളെ ഉൾപ്പെടെ പുറത്താക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.